നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യം ഒന്നടങ്കം ഉറ്റുനോക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ തന്നെയാണ്. കാരണം ഇതുവരേക്കും BJPക്ക് കാര്യമായ മെച്ചം കൊയ്യാൻ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സാധിച്ചിരുന്നില്ല. അതിനുശേഷമാണ് തമിഴകത്ത് നരേന്ദ്രമോദി മത്സരിച്ചേക്കാം എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് ചൂടുപിടിച്ചതും പിന്നീട് തമിഴകത്തെ ചില പ്രധാനപ്പെട്ട മണ്ഡലങ്ങളൊക്കെ ചർച്ചകളിലേക്ക് ഉയർന്നു വന്നതും. എന്തായാലും നിലവിൽ തമിഴകത്ത് ഒരു അസാധാരണ നീക്കം അല്ലെങ്കിൽ അസാധാരണ നടപടിക്ക് മുതിർന്നിരിക്കുകയാണ് DMKയുടെ അധ്യക്ഷനും തമിഴകത്തിന്റെ മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ. അദ്ദേഹം തന്റെ മന്ത്രിമാരോട് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു മണ്ഡലം നഷ്ടപ്പെട്ടാൽ മന്ത്രിമാർ പുറത്താകും എന്ന ഒരു മുന്നറിയിപ്പാണ്. മുന്നറിയിപ്പെന്നല്ല, ഇതിനെ ഭീഷണി എന്ന് തന്നെ വിളിക്കേണ്ടി വരും. കാരണം നമുക്കറിയാം, ഓരോ മണ്ഡലങ്ങളുടെയും ചുമതല ഓരോ മന്ത്രിമാർക്കും നൽകുക സാധാരണമായ ഒരു നടപടിയാണ്. കേരളത്തിൽ ഉൾപ്പെടെ പല മന്ത്രിമാർക്കും ജില്ലകളുടെ ചുമതലയുണ്ട്. ഇത്തരത്തിൽ മണ്ഡലങ്ങൾക്കും ചുമതല നൽകിക്കൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും മറ്റും അതത് രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രം താല്പര്യമാണ്. പക്ഷേ ആ മണ്ഡലത്തിൽ പരാജയപ്പെട്ടാൽ നിങ്ങൾ മന്ത്രിസഭയിൽ നിന്നും പുറത്താകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ്, അതിന് പിന്നിൽ സ്റ്റാലിന്റെ ഒരു ഭയം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, 39 ലോക്സഭാ സീറ്റുകളുള്ള തമിഴകത്ത് 38 നേടിക്കൊണ്ടാണ് DMK അന്ന് വെന്നിക്കൊടി പാറിച്ചത്. DMKക്ക് ഒരു സീറ്റ് മാത്രം ലഭിക്കുകയും ചെയ്തു. കേരളത്തിൽ എങ്ങനെയാണോ UDF നേതൃത്വം ഒരു മിന്നുന്ന വിജയം സ്വന്തമാക്കിയത്, 20ൽ 19 സീറ്റുകളും നേടിയത്, അതേപോലെ തന്നെയായിരുന്നു തമിഴകത്ത് DMKക്ക് ഉണ്ടായ നേട്ടം. 2019 നിന്നും 2024 എത്തുമ്പോൾ സ്റ്റാലിൻ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ചില നടപടികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പൊക്കെ സ്വന്തം മന്ത്രിമാർക്ക് നൽകുന്നു എന്നതിന് പിന്നിൽ ഭയം എന്നല്ലാതെ മറ്റൊരു ഉത്തരവുമില്ല. കാരണം 2019 പോലെ ആവില്ല 2024 എന്നുള്ളത് ഏറ്റവും വ്യക്തമായി സ്റ്റാലിന് തന്നെ അറിയാം. ഇതിനോടകം തന്നെ നിരവധി അഴിമതി കഥകൾ തമിഴകത്ത് നിന്ന് നമ്മൾ കേട്ടു. അവിടുത്തെ പ്രധാനപ്പെട്ട മന്ത്രിമാരുൾപ്പെടെ ജയിൽവാസം അനുഭവിക്കുന്നുണ്ട്. അവിടെ അഴിമതി കഥകളുടെ പേരിൽ BJPയുടെ അധ്യക്ഷനായ അണ്ണാമലൈ തുറന്നുവിട്ട DMK ഫയൽസ് എന്ന ഭൂതം DMK എന്ന മുന്നണിയെ തന്നെ ഒരറ്റത്ത് നിന്ന് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ദക്ഷിണേന്ത്യയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ അടുക്കുന്നത്. പ്രത്യേകിച്ചും തമിഴകത്തെ എല്ലാ ചടങ്ങുകൾക്കും വലിയ പ്രാധാന്യം നൽകുന്നതും അവിടെ നിരന്തരമായി സന്ദർശനം നടത്തുന്നതും മറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്റ്റാലിൻ ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ഭീഷണി സ്വന്തം മന്ത്രിമാർക്ക് തന്നെ നൽകിയിരിക്കുന്നത്. അങ്ങനെ ഈ അസാധാരണ നീക്കം തന്നെയാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ ഉൾപ്പെടെ ചർച്ചയായിരിക്കുന്നത്. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ DMK തോറ്റാൽ ഏത് മന്ത്രിക്കാണോ ആ മണ്ഡലത്തിന്റെ ചുമതലയുള്ളത് അവരെ താൻ പുറത്താക്കുമെന്ന് തന്നെയാണ് സ്റ്റാലിൻ ആവർത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.